പണ്ട് കാലങ്ങളിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണവും നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നീടാണ് നമുക്കത് മാറി നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് പിന്നീട് അത് കാലഘട്ടങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ അപ്ഡേഷൻ ആയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരുന്നൊരു കാലമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭക്ഷണം തേടിയിട്ടുള്ളൊരു പോക്കാണ് ഇന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ പുറകിൽ ഈ കാണുന്ന ഹരി ഇപ്പം കിളച്ചുകൊണ്ടിരിക്കുന്നത് നെര എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഈ നെര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് എന്താ പറയുക, ആദിവാസി വിഭാഗങ്ങളിലും അതുപോലെ ദളിത് വിഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള അറിവുകളുണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് നെര എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് കാണാം കേട്ടോ. ഈ കാണുന്നതാണ് ഈ നെര എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മണ്ണിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വേര് പോകുന്ന പോലെ പോകുന്നൊരു സാധനമാണ്, ഒരു വള്ളീൻ്റെ. അപ്പോൾ ഇത് എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് പുഴുങ്ങിയിട്ടോ ചുട്ടിട്ടോ കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ നെര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്ര ദൂരം പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കിളച്ച് അങ്ങനെ പോകണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു മാക്സിമം ഒരുവിധം കിളച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ ഉണ്ട് ഇതിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രകൃതി ഒരുക്കിയ ഒരു ഭക്ഷണമാണ് ശരിക്കും ഇത്. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണിത്. ഒരു കൈക്കോട്ട് എടുത്തിട്ടാടാ. ഇത് നേരെ ചുട്ട് തിന്നുന്ന പരിപാടിയാണ്. അപ്പം നമ്മൾ ഇവിടെ തന്നെ തീ ഉണ്ടാക്കിയിട്ട് അത് പീസ് പീസാക്കി വെച്ചിട്ട് അത് ചുട്ടിട്ട് തിന്നാനുള്ള ഒരു പരിപാടിയാണ്. ഇത് ചുട്ടിട്ടും തിന്നാൽ നമുക്ക് വേവിച്ചിട്ടും കഴിക്കാൻ പറ്റും. ചൂടുണ്ടോ? നേര എന്ന് പറയുന്ന സംഭവം അപ്പോൾ നമ്മളിത് ചുട്ടെടുത്താണ്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ചൂടായതുകൊണ്ട് കുറച്ച് ചൂടാണ്. ഇപ്പോൾ ചൂട് തണുക്കണം. എന്തായാലും ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു നാര് പോലെയുള്ള ഈ സാധനമാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സാധനം അപ്പോൾ ഈ കാണുന്നതാണ് ഈ നര എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മളിപ്പോൾ ചുട്ടതാണ്. നമുക്ക് പുഴുങ്ങിയിട്ടും കഴിക്കാം, ചുട്ടിട്ടും കഴിക്കാം. ഇപ്പം നമ്മൾ ഇവിടുന്ന് ചുട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇപ്പോൾ ആൾക്കാർ മറന്നുവെങ്കിലും ഫാസ്റ്റ് ഫുഡ് ലൈഫിലേക്കൊക്കെ മാറി. പക്ഷേ ഇതും കഴിക്കണം. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ കുറേ നേരം വായിലിട്ട് ചവച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി വേസ്റ്റ് നാരായിട്ട് നമുക്ക് പുറത്തേക്ക് തുപ്പിക്കളയണം. അതിൻ്റെ ബാക്കിയുള്ള ദശ മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. അല്ലാതെ ഇതിങ്ങനെ വിഴുങ്ങാൻ വേണ്ടി പറ്റില്ല. പക്ഷേ സംഭവം സൂപ്പറാണ്. നമ്മൾ കുറേ നേരം ചവച്ച് കഴിയുമ്പോൾ ഇതുപോലെ അതിൻ്റെ നാര് ബാക്കി വരും. അപ്പോൾ ഈ സാധനം നമ്മൾ പുറത്തേക്ക് കളയാന്ന് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പുഴുങ്ങുമ്പോഴോ ചുടുമ്പോഴോ ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആവും. നമ്മളിപ്പോൾ ഉപ്പില്ലാതെയാണ് ഇത് ചുട്ടെടുത്തത്. വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. നമുക്ക് ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റും കൂടി വരും.
അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഹരിയാണ്. ഹരി ഇത് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ കള്ളാർ പഞ്ചായത്തിൽ ചീറ്റക്കാല് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഹരി നല്ലൊരു നാടൻ എന്താ പറയുക മംഗലം കളി കലാകാരനാണ്. ഇപ്പോൾ സ്കൂളിലെല്ലാം പഠിപ്പിച്ച് സ്റ്റേറ്റിൽ വരെ എ ഗ്രേഡെല്ലാം മേടിച്ചു കൊടുത്ത ഒരു കലാകാരനാണ്. ഏത് സ്കൂളിലാണ് നീ പഠിപ്പിച്ച? പാലക്കാട് ചാലശ്ശേരി സ്കൂൾ. പാലക്കാട് ചാലശ്ശേരി എന്ന് പറയുന്ന സ്കൂളിൽ സബ് ജില്ലയിലും ഫസ്റ്റ് പ്രൈസും അതുപോലെ തന്നെ സംസ്ഥാനത്ത് എ ഗ്രേഡും മേടിച്ചു കൊടുത്തൊരു കലാകാരനാണ്. നമ്മുടെ മംഗലം കളി എന്ന് പറയുന്നൊരു ട്രഡീഷണൽ കലയുണ്ട് അതിൽ. ഹരിക്ക് പഴയ തലമുറയിൽ നിന്നും പകർന്നു കിട്ടിയ ഒരു അറിവാണ് ഈ ഒരു നിരേനെ കുറിച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഇത് കളിച്ച് നമ്മൾ കഴിച്ചു. അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്കും കൂടി അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ അറിവുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ഒരു ബൈ പറഞ്ഞടാ. ബൈ.